ടിപ്പിന്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലായിടത്തും പനിയാണ്, മഴയുണ്ട്. അപ്പൊ നമ്മൾ ആ പനി സമയത്ത് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അത് ഉപകാരപ്പെടും, കുഞ്ഞുങ്ങളും വലിയവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത്ര നാൾ തന്ന സപ്പോർട്ട് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് വരാം. എല്ലായിടത്തും മഴയുണ്ട്. മഴ കാരണം കാണുമ്പോൾ നമ്മൾ ചാടാതെയോ അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങാതെയോ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുമൂലം നമുക്ക് ചിലപ്പോൾ പനിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. ഒരിക്കലും നമ്മൾ മഴയെ പേടിക്കേണ്ട കാര്യമില്ല. മഴ നനയുവാണെങ്കിൽ തന്നെ നമ്മൾ നല്ല കുറച്ച് പ്രിക്കോഷൻ എടുത്താൽ മതി. കാരണം ഒത്തിരി നേരം മഴ നനഞ്ഞതിന് ശേഷം ആ വെള്ളവുമായിട്ട് നിൽക്കാതെ തല തുടച്ച് മാറുക. അതുപോലെ തന്നെ ഒന്ന് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് കഴിഞ്ഞ് ഒന്ന് ആവി പിടിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ തന്നെ പനി വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. അഥവാ ഇനി നമുക്ക് പനി വന്നു എന്നുണ്ടെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഒരു പനി വന്ന് 2 ദിവസമായി നമ്മൾ സെൽഫ് മെഡിക്കേഷൻ എടുത്തു. കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പനി കണ്ടാൽ ആദ്യമേ സെൽഫ് മെഡിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം 2 ദിവസം നമ്മൾ പാരസെറ്റാമോൾ കഴിച്ചു, ചൂട് കുറഞ്ഞു, പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 3-ാമത്തെ ദിവസം വെയിറ്റ് ചെയ്ത് പാരസെറ്റമോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണം. കാരണം ഒരു ഡോക്ടർക്ക് മാത്രമേ കറക്റ്റായ രീതിയിൽ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം വേറൊരാൾക്കും ഈ കാലത്ത് ഒരുപാട് തരത്തിലുള്ള പനികളുണ്ട്. കാരണം ഇനി മഴ കാരണം കൊതുക് വളർന്നു, അതുമൂലം നമുക്ക് ഒരുപാട് പനികൾ വന്നേക്കാം. അപ്പൊ സെൽഫ് മെഡിക്കേഷനുമായിട്ട് വീട്ടിലിരിക്കുന്നത് ഭയങ്കര അപകടം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 2 ദിവസത്തിൽ കൂടുതൽ പനി നിന്നാൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണുക. ഇനി നമ്മൾ ഡോക്ടറെ കണ്ടു നമുക്കൊരു ആന്റിബയോട്ടിക് ഒക്കെ തന്നു. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, 2 ദിവസം ചിലപ്പോൾ ആന്റിബയോട്ടിക് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പനിയൊക്കെ ഒന്ന് മാറി അത് നമ്മൾ ആരോഗ്യമാവും. പിന്നെ നമ്മൾ മെഡിസിന്റെ കാര്യം ഓർക്കത്തേ ഇല്ല. ഞാനൊരു ഫാർമസിസ്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകമായി പറയുന്നത്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് എത്ര ദിവസത്തേക്കാണോ ഒരു ഡോക്ടർ ഡോസ് വെച്ച് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളത് അത്രയും മരുന്ന് നമ്മൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. അത് പനി കുറഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ കോഴ്സ് അനുസരിച്ചിട്ടാണ് ഓരോ ആന്റിബയോട്ടിക്കും നമുക്ക് തരുന്നത്. കാരണം ഓരോ പനിക്കും ഓരോ തരത്തിലുള്ള ആന്റിബയോട്ടിക്സ് ആണ്. അപ്പം നമ്മൾ ഒരിക്കലും സെൽഫ് മെഡിക്കേഷൻ എടുക്കുമ്പോഴും ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം നമുക്ക് തരുന്ന മരുന്നുകൾ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു തീർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരമ്മ എന്ന നിലയിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൂടെ ഞാൻ പറയാം. അതിൽ 1-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ എപ്പോഴും ബോഡി വീക്കായിട്ടിരിക്കുമ്പോൾ നമുക്കിപ്പം ഞെട്ടലോ അല്ലെങ്കിൽ പിള്ളേരെ സ്വപ്നം കണ്ട് പേടിക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് നമ്മുടെ ബോഡി വീക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനെ നമ്മൾ പേടിക്കാതെ അവർക്ക് മാക്സിമം കെയർ കൊടുക്കാൻ നോക്കുക. കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് അതായിരിക്കും. അവരുടെ കൂടെ ഇരുന്ന് ഒന്നും ചെയ്യേണ്ട, നമ്മൾ അവരുടെ കൂടെ ഇരുന്നാൽ മതി. അപ്പം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സാന്ത്വനമാണത്. അവർക്കെന്നല്ല, എല്ലാവർക്കും വയ്യാതെ വരുമ്പോൾ ഒരാൾ കൂടി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ലീവ് എടുത്ത് അവരുടെ കൂടെ ഇരുന്നാൽ അവർക്ക് അത് മെന്റലി നല്ലപോലെ റിക്കവർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വെള്ളം. ഈ പനിയാകുന്ന സമയത്ത് നമ്മൾ വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കത്തില്ല. പക്ഷെ നല്ല രീതിയിൽ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ തിളപ്പിച്ചാറിയ വെള്ളം നല്ലതുപോലെ കുടിക്കാനും കുടിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഹാർഡ് ഫുഡ് ഈ നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കുന്ന സമയത്ത് കൊടുക്കുകയേ ചെയ്യരുത്. കാരണം ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള ഒക്കെയുള്ള ഫുഡ് മാത്രമാണ് കൊടുക്കേണ്ടത്. ഈ പാലോ മുട്ടയോ പോലുള്ള ഹാർഡായിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. കുഞ്ഞുങ്ങളുടെ ആരോഗ്യമാണ് നമുക്ക് വലുതെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ദഹിക്കാൻ പാടുള്ള ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഒന്നാമത് അവരുടെ ബോഡി വീക്കാണ്. അതിന്റെ കൂട്ടത്തിൽ ദഹിക്കാൻ ഒത്തിരി സമയം എടുക്കുന്ന ഫുഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ബോഡി അത്രയും കൂടെ പിന്നെയും ഡൗൺ ആവും. അപ്പൊ നമ്മൾ അത് ചെയ്യാതിരിക്കുക. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പനിയെന്നല്ല, ഏതൊരു അസുഖം വന്നാലും നമ്മൾ കൊടുക്കേണ്ട കെയറും നമ്മൾ ഉറപ്പായിട്ടും മറക്കാതെ ചെയ്യുക. കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ഞെട്ടുന്ന ഓർത്തിട്ട് പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എന്തെങ്കിലും ബാക്ക് ഹിസ്റ്ററി, ഇങ്ങനെ ഫിറ്റ്സ് അങ്ങനത്തെ പോലെ എന്തെങ്കിലും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പനി വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും സെൽഫ് മെഡിക്കേഷൻ വേണ്ടി വെച്ചോണ്ടിരിക്കല്. ചൂട് കൂടുന്നു എന്ന് തോന്നിയാൽ അപ്പം തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാരണം നമ്മളായിട്ട് ഇങ്ങനെ വലിയ ഡോക്ടർ ആവാൻ ശ്രമിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതെല്ലാം ഇവർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ഈ മെഡിസിൻ എടുക്കുന്നതും അതിനെക്കുറിച്ചുള്ള ആന്റിബയോട്ടിക്സ് കഴിക്കുന്നതും
ഇപ്പൊ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും പനി കുറയുമ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. അവരെ ആ ഡോസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഇത് നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നും ഇഷ്ടപ്പെടുമെന്നും വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.